So, ഹാപ്പി മോർണിംഗ്. മോർണിംഗ്. യെസ്, ഇന്ന് പുതിയൊരു തുടക്കമാണല്ലേ, ഒരു മാസത്തിന്റെ ഫസ്റ്റ് ഡേ ആണ്. സോ എല്ലാവരും ആ ഒരു എനർജിയിൽ ഇരിക്കുക. മാക്സിമം വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക. ഇന്ന് നമുക്ക് ഇറ്റ്സ് മീ റിയൽമി സെഷൻ ആണ്. EFT കോഴ്സ് ചെയ്തവര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് ജോസഫ് സർ ആണ്. സാറിനെ വാം വെൽക്കം ടു ടുഡേസ് സെഷൻ. വെൽക്കം സർ. ആൻഡ് യെസ്, അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ആൻഡ് സാറിന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ മംഗലാപുരത്ത് അടുത്തൊരു നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഞാൻ കഴിഞ്ഞ നവംബർ മാസം ആണ് EFT ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ആയത്, കോഴിക്കോട് വെച്ച്. ഓക്കെ, അപ്പോ സർ EFTയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തിരുന്നത്? ഹലോ, കേട്ടില്ല. ഒന്ന് EFTയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ജീവിതത്തിൽ ഫേസ് ചെയ്തിരുന്നത്? ഫൈനാൻഷ്യൽ ചാലഞ്ച്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യം, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഞാൻ പോകുന്ന അങ്ങനെ സെൽഫ് ലവിന്റെ കുറവുകൊണ്ട് ഉണ്ടായിരുന്ന ബിലീഫുകൾ അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ്? എങ്ങനെ, ചിന്തകളൊക്കെ എങ്ങനെ ആയിരുന്നു? പോസിറ്റീവ് ആയിരുന്നു? എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് കണ്ടെത്താൻ പറ്റിയോ? അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ആൻസൈറ്റി, ഓവർ തിങ്കിങ്? പോസിറ്റീവായിട്ട് തന്നെ എല്ലാ സംഗതികളും കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും കാണാറില്ല. ഓക്കെ, പിന്നെ എപ്പോഴാണ് EFT കോഴ്സ് ചെയ്താൽ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് എപ്പോഴാണ് കൺവിൻസ് ആയത്? ഞാൻ 2021 മുതൽ ഇങ്ങനെ യൂട്യൂബിലും ഇതൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ ബുക്കുകൾ റീഡ് ചെയ്ത സമയത്തും അതിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ കുറെ വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പം ഇത് ഒരു നല്ല, അങ്ങനെ ഞാൻ ഷാഫി സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ആയി. അപ്പൊ അങ്ങനെ ഡെയിലി മുടങ്ങാതെ എല്ലാ ദിവസവും തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിന് ജോയിൻ ആകണമെന്ന് തോന്നി. അതിനിടയ്ക്ക് ഓൺലൈൻ ക്ലാസ് 2-3 വേറെ ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ വളരെ നല്ലതായിരുന്നു. അന്നേരമാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അതല്ല ശരി വേറെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ്. EFT ചെയ്യുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തിരുന്നോ? കോഴ്സുകൾ ചെയ്തിട്ടില്ല, മറ്റ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ആയിട്ടുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ആയിട്ടുണ്ട്. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടു, വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇത് തന്നെ കേൾക്കുമായിരുന്നു. പിന്നെ ബുക്കുകൾ വായിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഈ മാജിക്, അതുപോലെ തന്നെ സീക്രട്ട്, ഇങ്ങനെയുള്ള ബുക്കുകൾ അതിനു മുമ്പ് തന്നെ അവിടെ ക്ലാസ് ചെയ്യുന്നതിന് അടുത്ത സമയങ്ങളിൽ തന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു 12 ദിവസത്തെ ഷാഫി സാറിന്റെ സെഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ നല്ല അഭിപ്രായമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ അറിയാത്ത ചില മേഖലകൾ, കാരണം ഞാൻ പറഞ്ഞില്ല ആദ്യം, നമ്മൾ ശരിയാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യമല്ല ശരികൾ വേറെയാണ് എന്ന് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലും ഈ ക്ലാസ്സുകൾ
ക്ലാസ്സിൽ കറക്റ്റായിട്ട് ചേർന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഇത് വർക്ക് ആകോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഡൗട്ടില്ലായിരുന്നു, വർക്കാകുമെന്ന് തന്നെ അറിയായിരുന്നു. ഓക്കെ. അത് മോട്ടിവേഷൻ ഒരു ഈ ക്ലാസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നോ? മോട്ടിവേഷൻ ക്ലാസ് ഓൾറെഡി കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അതും ഇതും. മോട്ടിവേഷൻ ക്ലാസ് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉം. മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് ഉള്ള കാര്യങ്ങളെ കൂടെ അറിഞ്ഞിട്ടല്ല, ഇത് ഈ രീതിയിലാകണമെന്ന് നമ്മൾ നമ്മളെ ചിന്തിപ്പിക്കുന്നു. പക്ഷെ നമ്മളിലുള്ള വിഷയങ്ങൾ ഒന്ന് ഇന്നർ ഹീലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ഉള്ള ട്രോമാസ്, ഇതൊക്കെ കണ്ടെത്താൻ അങ്ങനത്തെ സംഭവം ഉണ്ട് എന്നുള്ളത് ശരിക്കും ഈ ക്ലാസ്സുകളിലൂടെ മനസ്സിലായത്. ചൈൽഡ് ട്രോമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്ലാസ്സിൽ ശരിക്കും ജോയിൻ ആയി കഴിഞ്ഞ പിന്നെയാണ്. അപ്പൊ കുറച്ചും കൂടി അവയർനെസ് കിട്ടി, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ? ഏതാണ് ഞാൻ പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ്സിന് അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ജേർണൽ എഴുതുന്നുണ്ടാവും. ജേർണൽ ഡെയിലി എഴുതുന്നുണ്ട്. ജേർണൽ ബുക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ജേർണൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ ദിവസം ടു ഡു ലിസ്റ്റ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഒരു ബുക്ക്, എൻ്റെ മോളാണ് അത് റെഡിയാക്കിയത്. അപ്പൊ അത് ഞാൻ കറക്റ്റായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ അത് ഒരു വീക്ക്ലി നമ്മുടെ അച്ചീവ്മെന്റ് എന്താണ്, അത് മന്ത്ലി എന്താണ്, ഒരു ഇയർ ആകുമ്പോൾ നമ്മൾ എന്താണ്, ഏതിലേക്ക് എത്തണം, അതെത്തിയോ എന്നറിയുന്ന രീതിയിൽ ഒരു ഇതാണ്. ഇത് വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടുണ്ട്. ഇതിൽ ഏത് പ്രാക്ടീസ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? എന്താണ് പറഞ്ഞത്? എന്ത്? കുറെ എനർജി മെഡിസിൻസ് ഒക്കെ ചെയ്തിരുന്നില്ലേ, സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, അതിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ പ്രാക്ടീസിൽ ഏതാണ് സാറിന് കൂടുതൽ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു പ്രാക്ടീസ് ഏതായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത ഇതായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രശ്നമായിട്ടല്ല ഈ ക്ലാസ്സിൽ വന്നത്. സത്യത്തില് അവിടെ വന്നിപ്പോ എന്നോട് സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് വന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗിലേക്ക് വന്നപ്പോഴാണ് അന്നേരം ഉണ്ടായിരുന്ന ചില ട്രോമാസ്, ചില ബ്ലോക്കുകൾ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരമാണ്. അപ്പൊ അത് ഒക്കെ ഹീൽ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബോർഡർ സെറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കുറച്ച് സോഷ്യൽ വർക്ക്, പൊളിറ്റിക്സ് എല്ലാം ഉള്ള ഒരാളാണ്. അപ്പൊ ഫുൾ ടൈം ബിസി ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സിലുള്ളപ്പം നമ്മൾ എല്ലാവരെയും അങ്ങ് വിശ്വസിക്കും. ചിലപ്പോൾ കൂടെ നിന്ന് ആൾ കുത്തുകൊണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കുത്തായിരുന്നു, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ബോർഡറുകൾ സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ അലർട്ടായിട്ടിരിക്കാൻ വേണ്ടി കഴിഞ്ഞു. സർ പറഞ്ഞത് ശരിയാണ്. പലരും ഇതിൽ വരുമ്പോ എനിക്കൊരു പ്രശ്നമില്ല, ഈ ഒരു കോഴ്സ് എന്താണെന്ന്, ഒരു പുതിയതായിട്ട് കേൾക്കുന്ന പേരാണല്ലോ EFT എന്നുള്ളത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. എന്നിട്ട് വന്നിട്ട് അത് പഠിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ട്രോമ എന്താണ്, ഈ ഒരു സംഭവം എനിക്ക് ട്രോമയാണെന്ന് മനസ്സിലാവുന്നത് അവിടെ വെച്ചിട്ടാണ്. അതൊരു വലിയൊരു അവയർനെസ് ആണ്. സോ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഈ ഒരു എക്സ്പീരിയൻസിൽ സാറിന്റെ ലൈഫിൽ ഫിനാൻഷ്യൽ ട്രോമാസ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലെങ്ങനെയാണ് അത് ചേഞ്ചസ് ഒക്കെ എങ്ങനെയായിരുന്നു വന്നത്? ഇപ്പോ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത് ഇപ്പോ? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ റിലേഷൻഷിപ്പിൽ വ്യത്യാസം ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ ഇടയിലും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ പൊളിറ്റിക്സിലും ഇങ്ങനെയൊക്കെയുള്ള പല ടീമുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതിനെയൊക്കെ നമ്മൾ ആ ബോർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു. ഉം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി എപ്പോഴും അല്ല, ചില സമയത്ത് ക്രൈസിസ് ഒക്കെ ഉണ്ടാകും. ഉം. ആ ക്രൈസിസിനെയൊക്കെ നമ്മൾ വളരെ ശാന്തമായി തന്നെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞു വന്നതിന് ശേഷം എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു, വേൾഡ് പീസ് അവാർഡ്. ഞാനത് ഷെയർ ചെയ്തിരുന്നു മെന്ററുമായിട്ട്, സ്വപ്ന മേഡമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. ഉം. അപ്പൊ ആ സമയത്ത് തന്നെ അത് മഹാരാഷ്ട്ര വെച്ച് ആണ് ഉണ്ടായിരുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സ് അതിൽ ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെ എന്നെ ഒരു ഇതിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ അവിടെ പോയി എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് ഇതില് ഫോർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ ട്രോമാസ് ആകുമ്പോൾ മെയിൻ ആയിട്ട് ഫോർഗീവ്നെസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഫോർഗീവ്നെസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ? പറ്റിയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ? പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മള് എന്താണ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ആ കാര്യങ്ങളിലേക്ക്, ആ ലെവലിലേക്ക് നമ്മളെ എത്തിക്കാനും നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന മെന്റേഴ്സ് എനിക്ക് കിട്ടിയ ശബ്ന മേഡം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആതിര മേഡം വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷിബിന മേഡം എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ടീമിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാല് അത് വളരെ എന്താണ്, നമ്മൾ ഏത് ബുക്സ് വായിച്ചാലും ഈ ടീമിന്റെ സപ്പോർട്ട്, ബാക്കിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാകും. അത് എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ഷാഫി ഇൻസ്പിറേഷൻ ഗ്രൂപ്പിൽ നിന്ന് വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കിട്ടി. എന്റെ അനുഭവം വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കോഴ്സ് കഴിഞ്ഞിട്ടും ആ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നോ? 30 days. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടിയിരുന്നു. സാറിനെ ഹീലിംഗ് സെഷനിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. സോ അതിന്റെ റിസൾട്ട് കാണുമല്ലോ. സോ ആ പ്രാക്ടീസുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അത് കൃത്യമായിട്ട് കണ്ടിന്യൂ. എത്ര ബിസി ആണെങ്കിലും ദിവസം 15 പേജിൽ കുറയാതെ ഞാൻ റീഡ് ചെയ്യും. അത് മിക്കവാറും രാവിലെ ഇല്ലെങ്കിൽ വൈകിട്ട് അത് വായിക്കും. മിനിമം 15 പേജ്. അതെനിക്ക് ഇപ്പോഴല്ല, സാധാരണ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ശീലമാണ്. മിനിമം 15 പേജെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ഞാൻ ചില സ്ഥലത്ത് മീറ്റിങ്ങുകൾ, ക്ലാസ് എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ JCI, ലയൺസ്, ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ ഞാൻ മെമ്പറാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവിടെയുള്ള ആളുകൾക്കുള്ള വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഇതിൽ ചേരണമെന്നുണ്ട്, പക്ഷേ ഞാൻ കർണാടകത്തിലാണ്, ഇവിടെ കന്നഡമാണ്. ഞാൻ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ഫാദറൊക്കെ 1951 ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ ജനിച്ച ആളാണ്, ഇവിടെ തന്നെ പഠിച്ച ആളാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ മലയാളം മാതൃഭാഷ വിടാതെ ഞങ്ങളൊക്കെ സൂക്ഷിച്ചത് കൊണ്ട് ഇത്രയൊക്കെ പറയാൻ കഴിയുന്നുണ്ട്. ഇതിന് ശരിയുണ്ടോ കറക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചേരണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഭാഷയിൽ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം പല ആൾക്കാരും ഇതിലേക്ക് വരാതിരിക്കുന്നത്. അപ്പോ ലൈഫിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ നിങ്ങൾക്ക് ഇപ്പോ ഒന്ന് കമ്പയർ ചെയ്യാന്ന് പഴയ നിങ്ങളും പുതിയ EFT ചെയ്തതിന് ശേഷമുള്ള നിങ്ങളും തമ്മിൽ മെയിൻ ആയിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒന്ന്, എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ക്ഷമിക്കാറില്ല, തിരിച്ചടിക്കാറാ പതിവ്. വിട്ടുകളയുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഏത് തൂക്കത്തിൽ ഇങ്ങോട്ട് വന്നോ അതിനെ കഴിഞ്ഞും തൂക്കത്തിൽ തിരിച്ച് കൊടുക്കുക എന്നുള്ള ആ ഒരു മനോഭാവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പലയിടത്തും ഞാൻ വിജയിക്കാൻ വേണ്ടി മാത്രം കളിച്ചൊരു കളികളുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം അങ്ങ് വിട്ടുകളഞ്ഞിട്ട് വളരെ കാമായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിളായി പോകാൻ കഴിയുന്നത്. പണ്ടും എല്ലാവരുമായിട്ട് മിങ്കിളാകും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചെയ്താല്
നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ കാരണക്കാരെ അയാളെ കണ്ടെത്തിയിട്ട് അവരോട് ഞാൻ പ്രതികാരം എന്നല്ല, അത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പ്രതികരണമൊന്നുമില്ല. വളരെ ഇതായിട്ട് ആരാണ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക, ബോർഡർ സെറ്റ് ചെയ്യുക, അവരെ മാറ്റി നിർത്തുക. അങ്ങനെ അതെനിക്ക് വലിയൊരു ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആങ്കർ പിന്നെ ഇഷ്യൂസ് പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പാർട്ടി മീറ്റിങ്ങുകളില് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നേരത്തെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് ശരിയാണെന്ന് തോന്നി ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് അതില് വിഷമം. ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാറുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്, അത് കുറച്ചുകൂടെ മൃദു സ്വഭാവം സ്വീകരിക്കാറുണ്ട്. ഇപ്പോ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. സാധിക്കുന്നുണ്ട്. മൈൻഡൊക്കെ കാമാക്കാൻ പറ്റുന്നുണ്ടല്ലേ? മെഡിറ്റേഷൻ ഡെയിലി ചെയ്യാറുണ്ടോ? എന്തോ? മെഡിറ്റേഷൻ ഡെയിലി ചെയ്യാറുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇപ്പൊ അതെന്താണ്? കുറച്ച് നാളായിട്ട് പറഞ്ഞ് ഞാന് കേരള ഇലക്ഷന്റെ സമയത്ത് ഞാൻ അവിടെ AICC ഒബ്സർവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ അന്ന് കുറച്ച് ഗ്യാപ്പ് വന്നുപോയി. എന്നാലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. രാവിലെ എണീക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് വരാറുള്ളത്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷെ ഈ നമ്മുടെ ഈ ഇതിലുള്ള മെഡിറ്റേഷൻ ഞാൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ഡിഫറൻസ് ആണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോ ഫീൽ ചെയ്യാറ്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ ഒന്ന് ശരിക്കും ഒന്ന് കേന്ദ്രീകരിച്ച് ഒരു നമ്മുടെ പിടിയിൽ തന്നെ നമ്മുടെ മനസ്സിനെ നിർത്തുന്ന അതിന് കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തകൾ പല രീതിയിലാണല്ലോ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ റീൽസ് വെറുതെ ഇരിക്കുമ്പം അപ്പോഴേ മൊബൈൽ എടുക്കുക, സ്ക്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ. അതൊക്കെ ഞാൻ കുറെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കും. നേരത്തെ അതായിരുന്നു. പക്ഷെ എന്നാൽ ഈ മൊബൈൽ സ്ക്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു റീൽസ് കാണുക, അടുത്തയിലേക്ക് പോവുക, അത് ഇങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ ആ പരിപാടികളൊക്കെ വളരെ കുറയ്ക്കാൻ കഴിഞ്ഞു. അത് ശരിയല്ലെന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നോ? പറ്റിയിരുന്നു. അത് മുന്നേ ഉണ്ടായിരുന്നോ? സെൽഫിനോടൊരു സ്നേഹം തോന്നാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സംശയിച്ച് നിൽക്കുന്നവരുടെ അടുത്ത് എന്താണ് സാറിന് മെസ്സേജ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോഴ്സ് കൂടുമ്പോഴാണ് നമ്മളിലുള്ള കുറവുകളും നമ്മൾ എന്താണ് നമ്മളിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതിലൊരു ഫീസ് കൊടുക്കുന്നത് ഒരു കാരണവശാലും നഷ്ടമല്ല, അത് ലാഭം തന്നെയാണ്. പണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അത് മനസ്സ് വെച്ചാൽ ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ അധികം ആൾക്കാർ ഇതാണ് ഇത്രയും രൂപ കൊടുത്തിട്ട് ഈ 6 ദിവസം 5 ദിവസം ക്ലാസ്സിന് പോകണോ, അതുകൊണ്ട് നമുക്ക് എന്താണ് ലാഭം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം ഉള്ളത്. ഞാനിപ്പോ പറയുമ്പോൾ ഇത്രയും ഫീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്രയും എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത്രയും കാശുകൾ ഉണ്ടാക്കാൻ. പക്ഷെ ഇത് നമുക്ക് തിരിച്ച് വരും. നമ്മുടെ ഒന്ന് ശാന്തമായാൽ തന്നെ നമുക്ക് ഈ പണം വരുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ എന്നെ സംബന്ധിച്ച് പണത്തിന് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴപ്പമില്ലാതെ കഴിയുന്ന എൻ്റെ ഫാമിലി ആണെങ്കിലും വലിയൊരു ഇതൊന്നുമല്ല. ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്. 2 മക്കളും ഞാനും മിസ്സസുമാണ്. മിസ്സസിന് ബിസിനസ് ഉണ്ട്. ഞാൻ വേറെ ബിസിനസ് ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷെ മക്കൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. മകൻ ദുബായിൽ എഞ്ചിനീയർ ആണ്, മകള് കാനഡയിൽ ആർക്കിടെക്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഫൈനാൻഷ്യലി ചിലപ്പോൾ ചില ബിസിനസ്സിലൊക്കെ ചില മാറ്റങ്ങൾ വരുമ്പോൾ അനുസരിച്ചുള്ള കുഴപ്പങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. അപ്പൊ ഇത് പണം പോകുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുത്തെറിഞ്ഞാലേ തിരിച്ചു വരുവുള്ളൂ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ എറിഞ്ഞിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. നമ്മൾ പൈസ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിന് വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ കഴിയുന്നത്ര ആളുകൾ ഈ ക്ലാസ്സിൽ ജോയിൻ ആകുക, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക.
നമ്മളെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏഹ്, നമുക്കുള്ള കുറവുകളെ അറിഞ്ഞു കഴിയുമ്പം അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങള് സ്നേഹം, സമ്പത്ത് ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ വരും. അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നത്രയും മടിച്ചു നിൽക്കാതെ എല്ലാവരും ഇതിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുകയും ചെയ്യുന്നവരോട് അതാണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകണം. ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ കൂടിയാൽ അതിൻ്റെതായ കുറവുകളുണ്ട്. ആ ലിമിറ്റഡ് ടൈമിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ അത് പറയാനുള്ള സമയം ഉണ്ടായെന്ന് വരികയില്ല. അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും കണ്ടിട്ട് നമ്മളവരായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനും ഒക്കെ കഴിയും. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിലും കൂടെ ജോയിൻ ആകണം. ഡെയിലി ഈ ക്ലാസ് ഇങ്ങനെ രാവിലെ കേട്ടോണ്ടിരുന്നിട്ട് അത് അങ്ങനെ പോട്ടെ. പക്ഷെ ഈ ക്ലാസ്സിൽ ജോയിൻ ആകണമെന്ന് തന്നെ ഞാൻ പറയുന്നത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഒരു അഡ്വാൻസ് ചെയ്തിരുന്നോ? എന്തോ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തിരുന്നോ ഈ അഡ്വാൻസ് ചെയ്തിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ക്ലാസ്സിൽ വന്നത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്, മാറ്റങ്ങൾ ഉള്ളത്. പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ടുകൾ, അതൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിലാണ് പറയാനുള്ളത്. പൊതുവെ പറഞ്ഞ ഈ ക്ലാസ് ഒത്തിരി ഉപകാരപ്രദമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ കാശുകൾ മുടക്കി ഡിഗ്രികൾ എടുക്കുന്നുണ്ട്. ഡിഗ്രികൾ എടുക്കുമ്പോൾ നമുക്ക് ഡിഗ്രി ഉണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവും എന്നുള്ളതല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങളും ഇല്ല. നമ്മളിപ്പോ പഠിച്ചപ്പം സയൻസിൽ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല. അതുപോലെ തന്നെ മാത്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങള് അരിക്കാനും ഗുണിക്കാനും ഉള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും നമുക്ക് ഉപകാരപ്പെടാറില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ഒരു റൂമിന്റെ വിസ്താരമോ ഇല്ലെങ്കിൽ ഒരു ടാങ്കിന്റെ അളവോ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പെട്ടെന്ന് അല്ല, പഠിച്ചിരിക്കുന്നതാണെങ്കിലും. അപ്പൊ അതിനെ കഴിഞ്ഞും കൂടുതലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് സത്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മള് ഇങ്ങനെയുള്ള പഠിത്തത്തിൽ നമ്മൾ ഈ ഡിഗ്രികൾ എടുക്കുന്നതിന് കഴിഞ്ഞും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത്. അതിവിടെ കഴിയുന്നുണ്ട് ഈ അഡ്വാൻസ് ക്ലാസ്സിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് കഴിയുന്നുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മിസ്സസ് മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ജോലി വേണ്ട, നീ അങ്ങ് റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ റിസൈൻ ചെയ്യിപ്പിച്ചു കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഈ ഉള്ള ജോലി കളഞ്ഞതിൽ ഒരു ഭയങ്കര വിഷമമുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്കൊരു ലാബ് ഞാൻ ഇട്ടുതരാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്, ഈ ജോലി എന്ന്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ലാബിന്റെ ബോർഡ് കണ്ടാ ശ്രദ്ധിക്കും. ഏതെങ്കിലും ലാബിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സെറ്റിങ്ങുകൾ കാണും. അപ്പൊ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഏതാണ്ട് ഒരു 8-10 വർഷക്കാലം ഞാൻ എൻ്റെ ശ്രദ്ധ ഈ ഒരു സംഭവത്തെ കുറിച്ചായിരുന്നു. ഇപ്പം അതിനുശേഷം ഒരു 25 വർഷമായി ഇപ്പം സ്വന്തമായിട്ട്. 26-26 വർഷമാണ് ഇപ്പം സ്വന്തം ലാബ് തുടങ്ങിയിട്ട്. അപ്പൊ ഇത്രയും കാലം ഞാൻ അതേക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ചിന്തപ്പെട്ടിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് നമ്മൾ ഈ മാനുഫാക്ചറേഷൻ ചെയ്യുന്ന മാതിരി തന്നെ ഒരു ഗുണമാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ ക്ലാസ് ആണ് ഞാൻ അന്ന് ചെയ്തത് ഇതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് ചെയ്യാൻ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ നമ്മൾ പിന്നെ കൂടുതലായിട്ട് വെച്ചാൽ നമ്മൾ ജേർണൽ എഴുതുന്നത്. ആ ജേർണൽ എഴുതുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം കാര്യങ്ങൾ എത്ര ക്ലാസ്സുകൾ കേട്ടു, ഇല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടു, ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മീഡിയകൾ വഴി നമ്മൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് ക്ലാസ് എടുത്തു. അപ്പൊ ഇത് നമ്മള് മനസ്സിലേക്ക് അത്ര തറയല്ല. നമ്മള് എത്ര എഴുതുന്നു അത്രയും നമ്മൾ എഴുതുമ്പം നമ്മുടെ മനസ്സിൽ അത് തറയും. അപ്പൊ തീർച്ചയായിട്ടും ജേർണൽ എഴുതുക, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുക. ഞാൻ എല്ലാം പറയാറുള്ളത് ടു ഡു ലിസ്റ്റ് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ടത് മാത്രം ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ പണ്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാറില്ല. കാരണം മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല. ഫ്രണ്ട്സായി ഇല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ പ്രവർത്തനമായി ആരെങ്കിലും വന്ന് വിളിച്ചാൽ പിന്നെ അതിൻ്റെ കൂടെ പോവുക, ഈ പരിപാടികളെല്ലാം ബാക്കിയാവുക. ഞാൻ ഈ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ
ഇന്നിപ്പോ എഴുതിയതിൽ ഏതെങ്കിലും ഒരെണ്ണം ബാക്കിയായാൽ നാളത്തെ പ്രിയോറിറ്റി അതിനായിരിക്കും. മിക്കവാറും അങ്ങനെ വരാറില്ല ഇപ്പം, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടു ഡു ലിസ്റ്റ് എപ്പോഴും മനുഷ്യന് നല്ലതാണ്. ഒരു ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയെന്നൊക്കെ പറയല്ലേ, അതുണ്ടാക്കാൻ കഴിയും. അതിന് അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയും, ചിട്ടയോടുകൂടി ജീവിക്കണമെങ്കിൽ സിസ്റ്റങ്ങൾ ഉണ്ടാകണം. ആ സിസ്റ്റം പാലിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. നമ്മൾ വിചാരിച്ചിരിക്കുന്നതല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരിക, വന്ന് ഇത് കൂടുതലായിട്ട് പഠിക്കുക. നമ്മൾ ഒരു ക്ലാസ് കേട്ടത് കൊണ്ട് പറ്റില്ല, നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നതും ആയിട്ട് എന്നാ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കാനല്ല പറയുന്നത്. എൻ്റെ അടുത്തൊരു ബുക്കുണ്ട് അതേക്കുറിച്ച്. അപ്പൊ അതാണ്, കഷ്ടപ്പെട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക, ആഗ്രഹിച്ച് പഠിക്കുക. ആഗ്രഹിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്നത്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് സാർ പറഞ്ഞത്. നമ്മൾ സ്കൂളിലൊന്നും പഠിക്കുന്നില്ല എന്താണ് സയൻസ്, മാത്സ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല. അത് നമ്മളെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അവയർനെസ് കിട്ടും. ഇതാണ് എന്റെ ലൈഫിൽ നടക്കുന്നത്. അതെ പിന്നെ അതെ നമ്മളുടെ മൈൻഡ് എന്താണ്, അതൊന്ന് ക്ലിയർ ആക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരുന്നതാണ്. ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സിനാണ് കൂടുതൽ കാര്യങ്ങൾ, ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അടുക്കും ചിട്ടയും, സാറ് പറഞ്ഞ പോലെ അടുക്കും ചിട്ടയും അത്യാവശ്യമാണ്. നല്ലൊരു വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫാണ് നല്ലത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് സർ. ഇനി ആർക്കെങ്കിലും താങ്ക് യു. സാറിന് ഡയറക്റ്റ് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഞാൻ യൂട്യൂബിൽ വേറെയും ക്ലാസ്സുകൾ കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ടീമിന്റെ സപ്പോർട്ട്, അത് ഷാഫി ഇൻസ്പിറേഷൻ ഇതില് അക്കാഡമിയില് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും തന്നെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ മിസ്സസ് വേറൊരു ക്ലാസ് പണ്ട് ജോയിൻ ആയിരുന്നു. ഇപ്പം പുള്ളിക്കാരത്തി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരവർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ഇതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടാലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ബാക്ക് സപ്പോർട്ട്, നമ്മുടെ ടീമിന്റെ സപ്പോർട്ട്, വിളിക്കല്, അതുപോലെ തന്നെ ഇറ്റ്സ് മീ റിയൽ മീ എന്നുള്ള ആ ഒരു പ്രോഗ്രാം, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇത് മാറ്റങ്ങളെ കുറിച്ച് അറിയാനും ഒക്കെ ഉപകാരപ്രദമാണ്. മറ്റുള്ളവർക്ക്, ഇതിൽ ചേർന്ന ആളുകൾക്ക് ഉള്ള മാറ്റങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോഴാണ് പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കാഡമിയിലാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നിലാണ് എന്ന്. പിന്നെ നിസ്വാർത്ഥമായ സേവനം. ഇപ്പം ഞാനിങ്ങനെ ബിസി ആയിരുന്നുകൊണ്ട് എന്നോട് അഡ്വാൻസ് കഴിഞ്ഞിട്ട് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരുന്ന ആ ടൈമില് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടാണ് എനിക്ക് നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം രാവിലെ വിളിക്കും, മാഡം ഉച്ചയാകുമ്പോൾ സാറേ ഫ്രീ ആയിരിക്കുമോ, ഇല്ലെങ്കിൽ ഒരു 12 മണിക്ക് ഫ്രീ ആയിരിക്കുമോ? ഞാൻ ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. വേറെ നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങിലോ മറ്റു കാര്യങ്ങളിലോ ഉള്ളപ്പോൾ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് പറയില്ലെങ്കിൽ മാഡം വിളിക്കുമ്പോൾ അയ്യോ സോറി മാഡം എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ടൈം തരും. അത് എനിക്ക് വളരെ ഞാൻ ആ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം വെച്ചാല് എന്നെ മാറ്റിയെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചേക്കഴിഞ്ഞും കൂടുതൽ ഈ അക്കാഡമിയിലുള്ള മെന്റേഴ്സ്, ഇതിന്റെ സ്റ്റാഫ് അംഗങ്ങളും ചിന്തിച്ചു. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അത്രയും ഒരു സപ്പോർട്ട് ഈ ഒരു അക്കാഡമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യത്തിന് അവർക്ക് വേണമെങ്കിൽ നോക്കട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലേ? പക്ഷെ അങ്ങനെയല്ല ഈ ഒരു അക്കാഡമിയിൽ. അത് എനിക്ക് വളരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം
ഞാൻ ഈ ഒരു ഇതിൽ ചേർന്നത് കാരണം നവംബറിലാണ്. നവംബർ കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായി, ഒരു 6 മാസത്തോളം ആയാലും. 6 മാസം കഴിയാറായി. അപ്പൊ ഈ 6 മാസം കഴിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പ്രസ്ഥാനത്തില് വരുന്ന ആളുകളെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ബാക്കിയുള്ളവരോട് പറയാനുള്ളതാണ്, നമ്മള് കടന്നു വരിക, ഇതിൽ സംബന്ധിക്കുക, ഇതിനൊരു ഭാഗമായിട്ട് തീരുക. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അനിത മേഡം, ഞാൻ ഇതിൽ വരുന്ന സമയം മുതലുള്ള ആളാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം പറയാറുമുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഫസ്റ്റിലെ ആൻസർ പറയുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം കണ്ട ആളല്ല. ആദ്യം കണ്ട നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ മുഖത്തിന് തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഫേസ് കാണുമ്പോൾ അറിയാൻ മാറിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ മാറണം, എല്ലാവരും മാറണം. എല്ലാവരും ഇങ്ങനെ കഴിയുമ്പോൾ നല്ലൊരു സമൂഹമാകും എന്നുള്ള ഞാൻ പറയുന്നത്. ഒരു സമൂഹം ആകണമെങ്കിൽ ഇങ്ങനെ എല്ലാവരിലും മാറ്റം വേണം. അപ്പൊ അതങ്ങനെ അതിലേക്ക് എല്ലാവരും കടന്നു വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ ചേർന്ന ആളുകള്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റുന്ന കുറവുകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഈ നാട്ടിലുള്ള ആളുകളാണ് കന്നഡ, തുളു, കൊങ്കിണി ഇത് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഫ്ലുവന്റ് ഇല്ല മലയാളം. നമ്മുടെ മലയാളികൾക്ക് പോലും ഭാഷ മറന്നൊരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കാൻ, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ആകാൻ പറഞ്ഞാലും അവർക്കൊരു സംശയം കൊണ്ട് അവർ കടന്നു വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ ഉള്ള ആളുകള്, കഴിയുന്നത്ര ആളുകളെ നമ്മൾ തന്നെ ഇതേക്കുറിച്ച് മനസ്സിലാക്കി അവരെ ഇതിലേക്ക് ആകർഷിക്കണം എന്നാണ്. നമ്മളുള്ള മാറ്റം കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുമല്ലോ, എന്താണ് ഇത് ഇത്രയും മാറാനുള്ള കാരണം. അപ്പൊ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെ എന്താ ചെയ്യുക, ഈ ഒരു അക്കാഡമിയിലേക്ക് അവരെയും കൂടെ പരിചയപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളുടെ 5 പേരെ വെച്ച് കൊണ്ടുവന്നാല്, ഞാനിപ്പം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് 22, 23 പേരെ ഞാൻ വരുന്ന സമയത്ത് ഇപ്പൊ ഒരു 35 ആയുള്ളൂ. ഇതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ എന്നാ ഇവരർപ്പിക്കുന്ന ആ ഒരു ഇതില് ഇത്രയും ആളുകൾ വന്നാൽ പോരാ. ഒരു 500 പേര് വരാൻ മാത്രമുള്ള ടൈമായി. അത്ര ആളുകൾ ഇതിൽ വന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിയുന്നത്ര ആളുകളെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തണം എന്നുള്ളതാണ്. അനിത മാഡത്തിനൊക്കെ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് കേരളത്തിലൊക്കെ ഉള്ളവരോട് പറയാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് വരണമെന്നില്ലല്ലോ. നമ്മുടെ മാറ്റങ്ങൾ കണ്ടുകഴിയുമ്പോൾ അവർ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് മെയിനായിട്ട് നിങ്ങള് പക്ഷെ അവർക്ക് ഉൾക്കൊള്ളില്ല ചില വ്യക്തികള്. റേഞ്ചിന്റെ പ്രോബ്ലം ആണ്, കട്ടാവുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. അതിന് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സുകൾ അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയില്ല അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. സോ അങ്ങനത്തെ അവർക്കൊക്കെ ഈ സൺഡേ സെഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പൊ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കാണുമ്പോൾ അവർക്കും മനസ്സിലാകും ഈ ഒരു കോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ സർ പറഞ്ഞ പോലെ തന്നെ ഇതില് വന്ന ആ ടൈമിലുള്ള ഫേസ് ആവില്ല പലരുടെയും. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിന്റെ ആ ഒരു തെളിച്ചും ചിരിയൊക്കെ, ചിരിക്കാതെ വന്നിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നവരുണ്ട് സ്റ്റാർട്ടിങ്ങില്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവർ ആ ചിരിച്ച മുഖം കാണുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. സോ ആ ഒരു ചേഞ്ച് എല്ലാവർക്കും ഉണ്ടാവാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും ഈ കോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, എല്ലാവരും ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ ഉന്നമനമാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ക്ലാസ്സിൽ വന്ന് പണം ഉണ്ടാക്കുക. അപ്പൊ ഈ ഓപ്പൺ വരുമ്പം ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. പണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ വരുമെന്നാണ് ചിന്തിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു പണമല്ല വരേണ്ടത്. നമ്മളിൽ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ പണം തന്നെ വരുന്ന കാര്യമാണ്. നമ്മള് സാധാരണ വെച്ചാല് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ആരെങ്കിലും ചേർന്നിട്ട് പെട്ടെന്ന് പറയും, ഓ എനിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. മാറ്റം സമ്പത്തല്ല,
നമ്മൾ മാറിക്കഴിയുമ്പോൾ സമ്പത്ത് വരും. അപ്പൊ നമ്മൾ മാറാനുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു അഡ്വൈസും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ശരിയാണ് സർ പറഞ്ഞത്. അതേപോലെ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ലൈഫ് ലോങ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ? ഒരു തീർച്ചയായിട്ടും ഒരു ടൂളാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. നമുക്ക് ലൈഫിൽ വരുന്ന ചാലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം, നമ്മളുടെ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാം, അത് ലൈഫ് ലോങ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഉപയോഗിക്കാനും സാധിക്കും EFT കൊണ്ട്. പെട്ടെന്ന് റിസൾട്ടും കിട്ടാറുണ്ട്. സോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം. സോ ഒരുപാട് കാര്യങ്ങൾ സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കട്ടോ, പറയാം. എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് രതി എന്നാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. സാറിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ വളരെയധികം മോട്ടിവേഷൻ തോന്നി. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുമ്പോൾ വളരെയധികം ചേഞ്ച് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. സാറ് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭവം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സാറ് പറയുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാനും അനുഭവിക്കുകയാണ്. എന്തുകൊണ്ടും ഒരു മികച്ച ടീമിന്റെ കൂടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന് തന്നെ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാണ്. കാരണം ഇത്ര നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേർന്ന് നമ്മളിലൊരു മാറ്റം വരുമ്പോൾ, ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തി മാറുമ്പോൾ പിന്നീട് അതൊരു സമൂഹത്തിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനും എനിക്കറിയുന്ന ആളുകളോട് നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 199 ഒരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊത്തിരി പേര് ഇതുപോലെ നമ്മളെ പോലെ ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. അവർക്കൊരു മാറ്റം വരണം. അങ്ങനെ സാറ് പറഞ്ഞ പോലെ എല്ലാവരും മാറുമ്പോൾ നമ്മുടെ സമൂഹം നന്നാവും. നല്ല ഒരു മോട്ടിവേഷൻ ആയിരുന്നു സാറിന്റെ ക്ലാസ്. താങ്ക് യു സാർ. രബിന മാഡം, താങ്ക് യു. എനിക്ക് സമയമുണ്ട്, അത് കാരണമാണ് അധികം സംസാരിക്കാത്തത്. താങ്ക് യു രതി. ഞാനെന്താ അനിത മാം സാറിന്റെ ഹലോ സർ, ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് ഹലോ മോർണിംഗ്. സർ, ഗുഡ് മോർണിംഗ് അനിത. നമ്മൾ ഗുഡ് മോർണിംഗ്. സ്ഥിരമായി കാണുന്ന വ്യക്തികളാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മാറ്റം നമ്മൾക്കറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുമ്പോൾ അവർ അത് ഉൾക്കൊള്ളുന്നില്ല, ചില വ്യക്തികൾ. അപ്പൊ അവർക്ക് സമയമായിട്ടില്ല. അവർക്ക് സമയമാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അല്ലേ സാറേ? അതെ അതെ അതെ. പക്ഷേ നമുക്ക് നമ്മളുടെ പറയാൻ മാറ്റങ്ങൾ എല്ലാം മറ്റുള്ളവരെ പറയും. കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വന്ന അപ്പൊ അവര് മാറ്റം പറയും നമുക്ക് മാറ്റം. ഇപ്പൊ ചില അവര് പറയാറുണ്ട് ആളുകൾക്കുള്ള നമുക്ക് സ്വഭാവം എന്ന് വെച്ചാൽ മാറ്റങ്ങളുണ്ട് എനിക്ക് എന്നൊക്കെ കിട്ടിയത് പറയും. മറ്റുള്ളവർക്ക് കിട്ടരുത്, ഞാൻ ഒന്നാമതാകണം എന്നുള്ള ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം ഇവിടെ കർണാടകത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഈ സ്റ്റുഡൻസിന് ഒരു എക്സാമ്പിൾ പറയാണ്, സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ മൈനോറിറ്റി സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉള്ളത് ആദ്യകാലങ്ങളിൽ കിട്ടിയ ആളുകൾ ആരോടും പറയാതെ മിണ്ടാതിരുന്നു. കാരണം സർക്കാരിന്റെ ഫണ്ട് ലാപ്സ് ആയി പോയിക്കൊണ്ടിരുന്നു ആദ്യകാലങ്ങളിൽ, ഇത് ഈ ഫണ്ട് വരാൻ തുടങ്ങിയപ്പോൾ മുതല്. അപ്പൊ ഞാൻ അറിഞ്ഞപ്പം മുതല് ഞാൻ എല്ലാ സ്കൂളുകളിലും പോയി ഇതേക്കുറിച്ചുള്ള അവയർനെസ് കൊടുത്ത് ഇപ്പോൾ സർക്കാരിന്റെ ഫണ്ട് തികയാതെ വരുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് ഈ ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കാത്ത കുട്ടികൾ വളരെ കുറവാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്നത് 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയും കിട്ടുന്നുണ്ട്, സർക്കാർ കൊടുക്കുന്നതാണ് സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ്, നഴ്സിംഗ് ഇതൊക്കെ 40,000 രൂപ വരെ ഫീസ് വരുന്നുണ്ട്. ഇത് സർക്കാർ കൊടുക്കുന്നതാണ്. ഒരു മുടക്കവും ഇല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഇത് കിട്ടിയവർ മിണ്ടാതിരുന്നാൽ ബാക്കിയുള്ളവർ അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ടീമുകളെ സെറ്റാക്കി സ്കൂൾ അധ്യാപകരെ മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഇത് ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടിയ നേട്ടങ്ങള് നമ്മൾ മാറ്റം കണ്ട വന്ന പോരാ, മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. നമ്മൾക്ക് മാത്രം പോരല്ലേ സമൂഹം. നമ്മൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മാറുന്നത് പോലെ തന്നെ ഓരോ കുടുംബം മാറിക്കഴിഞ്ഞാൽ സമൂഹം തന്നെ മാറും. അപ്പൊ അത് സമൂഹം മാറുമ്പോൾ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ് ആവും. ഞാനും പറയുന്നതാണ്, ഈ സ്കൂൾ കുട്ടികൾക്ക് പറ്റാവുന്നത് ഇതും കൂടി എത്തിക്കണം. കാരണം ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും ഒരു മീറ്റിങ്ങിലായിട്ട് ഈ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ കുറെ അവയർനെസ് കോഴ്സും കുറെ ഇതുണ്ടെങ്കിൽ കൂടി EFT പ്രത്യേകിച്ച് വ്യത്യസ്തമാണ്. അപ്പൊ കുട്ടികളുടെ മൈൻഡിൽ നമുക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞാൽ സമൂഹമായി മാറാൻ പറ്റുന്നതാണ്.
ഞാനിവിടെ YMC എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഇന്റർനാഷണൽ സൊസൈറ്റിയാണ്, അതിന്റെ പ്രസിഡന്റാണ്. ഞാനിങ്ങനെ കുറെ സംഘടനകളിലൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം YMCA, ലയൺസ് ക്ലബ്ബ് ഇതിനെല്ലാം ക്ലബ് ചെയ്യിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു. അപ്പം മെയിൻ ഇതാണ്, ഈ കുട്ടികൾ ഇപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നത്, ഇപ്പൊ കഞ്ചാവും MDMA എല്ലാം ഇപ്പൊ എല്ലാ സ്കൂൾ വാതകകളിൽ കിട്ടുന്ന കാലമാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിലും ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് തന്നെ തുടങ്ങുകയാണത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു റിസോഴ്സ് പേഴ്സണെ സെറ്റ് ചെയ്ത് ഒരു ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞു. ഒരു ഹാളിൽ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. വളരെ എഫക്റ്റീവ് ആയിരുന്നു അത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ സമൂഹങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്, അകന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹം, ജനങ്ങളിൽ നിന്ന് തന്നെ അകന്നുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയുള്ള ഒരു കൂട്ടായ്മയോ ഒരുമിച്ച് ജീവിക്കുന്ന സംഭവം ഇല്ലല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടുകുടുംബമുണ്ട്, ഇല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികൾ തമ്മിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ കാണാറുണ്ട്, ഈ അടുത്ത വീട്ടുകളില് എല്ലാം ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവര് തമ്മിൽ അവരവരുടെ വീട്ടിലിരിക്കുന്നല്ലാതെ പരസ്പരം കണ്ടാൽ പോലെ ഹായ് ബൈ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഒന്ന് കളിക്കാൻ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങുക പുറത്തേക്ക്. പേരൻസ് വിടിയല്ല. ഇപ്പൊ പേരൻസിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വിടണം, പഴയതുപോലെ വിടണം പിള്ളേരെ വിടാതെ പിടിച്ചു വെച്ചോണ്ടിരുന്നാൽ അവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളത്തെ ഒരു സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേരൻസിന്റെ ഞാൻ ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ പറയാറുള്ളത്. നമ്മൾ ഇന്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇന്റർനാഷണൽ കാര്യങ്ങൾ അതേക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല ആവശ്യം. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടിയ സംഭവങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ, ഇങ്ങനെയുള്ള അക്കാഡമിയിലൂടെ അതാണ് നമുക്ക് കഴിയേണ്ടത്. ജനങ്ങളിലേക്ക് മാറ്റങ്ങൾ എത്തിച്ചു കഴിയുമ്പോൾ നല്ല സമൂഹം ഉണ്ടാവുള്ളൂ. നല്ല സമൂഹം ഉണ്ടായാലേ ജനങ്ങളിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ആ സമൂഹത്തിൽ സാമ്പത്തികവും മാനസികവും എല്ലാം ആയിട്ടുള്ള ഒരു ഉയർച്ചയാണ് ആവശ്യമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ ചെയ്തു കൊടുക്കുക. അതെ അതെ നമ്മുടെ അതെ 100% നമ്മൾ ചെയ്യുക. കിട്ടാവുന്ന ഓരോ അതെ സംഘടനകളിലായാലും കുടുംബശ്രീകളായാലും പോകുന്ന സമയത്ത് നമ്മൾ EFTയെ കുറിച്ചും അതിന്റെ കാര്യങ്ങൾ പറയുക. മാക്സിമം അതെ നമുക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ സ്വീകരിക്കട്ടെ. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരാളെങ്കിലും നന്നായാൽ അത്രയും നന്നാവില്ലേ? ഇവിടെ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാല്, ഞാനിപ്പോ ചിന്തിക്കരുത്, ഏത് സംഘടനകളുമായിട്ട് ആൾക്കാർ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്യാൻ വന്നാലും ആദ്യം വരുന്ന ആദ്യം ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ജോസ് സാർ, നേരെ ഇങ്ങോട്ടാ വരുന്നത്. അപ്പം എന്നെ പിടിച്ചിട്ടാണ്, ഞാൻ ഇതായിട്ട് പറയുമല്ല, അപ്പം എന്നോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഇവിടെ സ്ഥാപിക്കും, എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പൊ ഇനി ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. സാമ്പത്തിക നഷ്ടമുണ്ട്. അപ്പൊ ഞാൻ പല സംഘടനകളിൽ ഇരിക്കുന്ന ഓരോ സംഘടനകളുടെ തത്വങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുണ്ടാകും. അപ്പൊ അതിനുള്ള പറ്റുന്ന ആളുകളെ അതിലേക്ക് ചേർത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പല സംഘടനകളിൽ മെമ്പറായിട്ടും പ്രസിഡന്റായിട്ടും എല്ലാത്തിലും പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ആളുകൾ ഫസ്റ്റിൽ വരുന്ന എൻ്റെ അടുത്ത് വന്നാൽ ഇതിൽ എങ്ങനെയെങ്കിലും നടക്കൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചിന്തിക്കുന്നത് പൊതു നന്മയാണ് ചിന്തിക്കുക, പൊതുവിലുള്ള നന്മ. അപ്പൊ എനിക്കിവിടെ രാഷ്ട്രീയം ഉണ്ട്, പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിനപ്പുറത്താണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, എല്ലാ പാർട്ടി ലീഡേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. നമ്മുടെ നാടിന്റെ ഒരു ആവശ്യത്തിന് എല്ലാ പാർട്ടി ലീഡർമാരുടെ അടുത്ത് ഞാൻ സംസാരിക്കും. അതുപോലെ തന്നെ മതങ്ങള്, എനിക്കങ്ങനെ ഒരു വലിയ പ്രത്യേകിച്ചൊരു മതം ഇല്ല. ഞാൻ ക്രിസ്ത്യനാണ്, പക്ഷെ ഇവിടെയുള്ള എല്ലാ സമൂഹത്തിനും, ഇപ്പം ഇവിടെ കൃഷ്ണാഷ്ടമിക്ക് ഞാൻ പ്രസംഗിക്കാറുണ്ട്, എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്. മുസ്ലിം സഹോദരങ്ങളെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ അതും പറയാറുണ്ട് ആളുകളുടെ അടുത്ത്, മറ്റൊരു മതം എന്താണെന്ന് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴേ അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതാണ് ശരി എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതത്തിന്റെ നേതാക്കന്മാരില്ലാതാണ്. ഇതിൽ അപ്പുറത്തേക്ക് ഒരു ശരിയില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിൽ ചുരുങ്ങിപ്പോകും, മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് പറയും. അപ്പൊ ഞാനിവിടെ എല്ലാ മതഗ്രന്ഥങ്ങളും എൻ്റെ അടുത്തുണ്ട്. അപ്പൊ എൻ്റെ മക്കളെ പോലും ഞാൻ ഇത് വായിപ്പിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതലേ വായിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഏത് മതത്തിനെ കുറിച്ച് എൻ്റെ മക്കളോട് രണ്ടുപേരോടും ചോദിച്ചാൽ അവർ ഇതേക്കുറിച്ച് കൃത്യമായിട്ട് പറയും. അപ്പം ഇതെന്താന്ന് വെച്ചാല്
ഞാൻ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്ന ചോക്ലേറ്റ് അല്ല, സ്വീറ്റ്സ് കൊണ്ടുപോയി കൊടുക്കാറില്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്ന ബുക്സ് ആണ്. അതിന്റെ മാറ്റം ഇന്ന് അവരിൽ കാണുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ബുക്കുകൾ, നൂറുകണക്കിന് ബുക്കുകൾ ഞാൻ സ്കൂളുകളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ വായിക്കണം. ഇന്ന് വായനയില്ല കുട്ടികൾക്ക്. വായന ഇല്ലാത്തതിന്റെ കുറവ് ഇന്നത്തെ സമൂഹത്തിലും ഉണ്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ളത് വിരൽത്തുമ്പിലുണ്ട്, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അതന്നേരം മറന്നു പോവുക. പഠിക്കുന്ന കുട്ടികളതല്ലേ, വായിച്ചു പഠിക്കുകയോ ക്ലാസ്സിൽ നിന്ന് കേൾക്കുകയോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇന്റർനെറ്റിലും ഒക്കെ നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ പഠിച്ചു കഴിയുമ്പം എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരു പ്രയോജനം പേടിയില്ല. മാർക്കുകളുണ്ട്. പഴയ കാലത്തെ ആൾക്കാർ, ഇപ്പൊ സെക്കൻഡ് ക്ലാസ് ജയിച്ചിരുന്ന ആൾക്കാർ ഇന്ന് അത്രയും പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ഡിസ്റ്റിങ്ഷനും റാങ്ക് സ്റ്റുഡൻറ്റുമാണ്. പക്ഷെ ഈ റാങ്കേ ഉള്ളൂ. അടുത്ത വർഷം ചോദിച്ചാൽ കഴിഞ്ഞ വർഷം പഠിച്ചതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന അവസ്ഥ. ആ രീതികളിലൊക്കെ മാറണമെന്ന് ഞാൻ പറയുന്നത്. ആ രീതികളെല്ലാം മാറണം. നമ്മുടെ അന്നേരം സമൂഹം നന്നാവുള്ളൂ. ഞാൻ പറയാറുള്ള കാര്യമാണ്. അത് എന്റെ കാഴ്ചപ്പാടാണ്. അത് എല്ലാവർക്കും അത് ശരിയാകണമെന്നില്ല. എന്റെ കാഴ്ചപ്പാട് ഇതാണ്. അത് ഞാൻ ഇനിയൊരു മാറി ചിന്തിക്കുന്നവരെ ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതാണ് എന്റെ അവസ്ഥ. നന്നായിരുന്നു, നല്ലൊരു അവയർനെസ് ആയിരുന്നു. എല്ലാവർക്കും നന്നായി മോട്ടിവേഷനെ തന്നെ ആയി. താങ്ക് യു. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഒരുങ്ങിയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ എന്നെ അജിന മാഡം വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഒരു ബിസി പരിപാടിയിലായിരുന്നു. എന്നെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് കിട്ടിയത്. കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ രാവിലെ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ചിന്തിച്ചൊരു കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. എന്തെങ്കിലും അപാകതകളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. നന്നായിട്ട് നല്ലൊരു സമൂഹത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പം അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അറിവുണ്ടാകുമ്പം അറിവ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് നല്ലൊരു സമൂഹമായിട്ട് വരുന്നത്. അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഷാഫി സാറിനെയും അതുപോലെ തന്നെ അജിന മേഡത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിന്ന് കോഴിക്കോട് വന്നിറങ്ങിയപ്പം എവിടെയാണ് ക്ലാസ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ആ റെയിൽവേ സ്റ്റേഷനില് പുള്ളിക്കാരിയുടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു വരുന്ന ആളുകളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കി, അതൊക്കെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച. ഞാൻ അത്ഭുതമായിട്ട് ഓർത്തു. ഇല്ലെങ്കിൽ അവർക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ അങ്ങോട്ട് എത്താം. പക്ഷെ വണ്ടിയായിട്ട് അവിടെ കാത്തു തന്നു. ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തില് പണം മാത്രം പോലെ, പണം എന്ത് ചെയ്താലും ഉണ്ടാകും അല്ലേ? സമ്പത്ത് ഉണ്ടാക്കാൻ ഏത് വഴി സ്വീകരിക്കാം. ഞാനാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാകും. ഇവരുടെയൊക്കെ ഈ അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ മറ്റേത് ബിസിനസ്സിലും കാശുണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് മറ്റുള്ള മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ഇവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു നന്മയാണ്. ആ നന്മ പ്രവൃത്തിയാണ്. ഈ നന്മ മാത്രം കണ്ടാൽ മതി നമ്മള്. അപ്പം ഇവിടെ വന്ന് കാത്തു നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടെ ആ ഒരു അർപ്പണ മനോഭാവത്തെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ അവസരത്തിൽ അതുപോലെ ബാക്കിയുള്ള മെന്റേഴ്സിനെയും എല്ലാവരും ഓരോ വ്യക്തികളിൽ ചേർന്നാൽ എത്ര പ്രാവശ്യം വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവരെ കഴിയുന്നതിനപ്പുറം ഇവർ പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അങ്ങനെ ഒരു ടീമിന്റെ ലീഡർഷിപ്പ് എടുക്കുന്നത് പ്രവർത്തിക്കുന്ന ഷാഫി സാറിനെയും അതുപോലുള്ള എല്ലാ ടീം അംഗങ്ങളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഈ ഒരു മോർണിംഗ് എന്താ പറയാ, നല്ലൊരു ഇൻസ്പിറേഷൻ ആയി സാറിന്റെ വാക്കുകൾ കേട്ടിട്ട്. പിന്നെ ആ ഒരു മിഷൻ, സമൂഹത്തെ നന്നാക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതും ചിലർക്ക് തോന്നുന്ന ഒരു മൈൻഡാണ് അതും ഞങ്ങൾ തിരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം പോസിറ്റീവ് ആക്കി തന്നതിന് ജോസഫ് സാറിന് പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you very much. സാറിന് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു. താങ്ക് യു. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.